So, good morning all. Today is the third day. അപ്പം ഇന്ന് ഇവിടുന്ന് തിരിക്കും. എല്ലാവരും ഇവിടെ നേരത്തെ റെഡി ആയിട്ട് 6:30 നമുക്ക് വെക്കേറ്റ് ചെയ്യണം. അപ്പം എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുവാണ്. ആദ്യം വന്നപ്പോൾ എനിക്ക് മിഞ്ചി അറിയാം, പപ്പ അറിയാം, സിമാമ്മയുടെ അമ്മ അറിയാം, പിന്നെ കുറച്ച് പേരെ കേട്ട് പരിചയമുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അല്ലാതെ എനിക്ക് ആരും അറിയത്തില്ല. പക്ഷെ ഇവിടുന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഏറ്റവും കമ്പനിയായി. എല്ലാവരും ഭയങ്കര എന്താ പറയുക, ചില്ലായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഉണ്ടായിരുന്ന 14 പേരും. സോ ലീവിങ് ദിസ് പ്ലേസ്. കാറ്റാ പറയുക, നമുക്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് സ്ഥലമാണ് തെങ്കാശി. സോ ഇന്നിപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഇതൊന്ന് നൈറ്റ് എൻ്റെ വീടെത്തും. എൻ്റെ അമ്മ അച്ഛനെ വിക്രുവിനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈക്ക് ടൂർ ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ എന്നാലും അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അമ്മ അച്ഛനെയൊക്കെ മിസ് ചെയ്യും ഒബ്വിയസ്ലി. കാര്യം ഞാൻ ആദ്യമായിട്ട് അവരില്ലാതെ ഇതൊന്ന് സ്കൂൾ ട്രിപ്പ് പോയിട്ടുണ്ട് 12th. അതല്ലാതെ അല്ലാതൊരു ട്രിപ്പ് പോകുന്ന ആദ്യമായിട്ടാണ്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഐ വിഷ് ദേ വർ ഓൾസോ ഹിയർ. ഇഷ്ടപ്പെട്ടനായിരുന്നു അമ്മ അച്ഛനും വന്നിരുന്നെങ്കിലും. ഇനി അടുത്ത ട്രിപ്പ് തൊട്ട് ഞാൻ കാണത്തില്ല, ഞാൻ കോളേജിൽ പോവും. പക്ഷെ മേ ബി അമ്മയച്ഛനൊക്കെ കാണും, ഞാൻ കാണത്തില്ല. ബട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് പേര് മീറ്റ് ചെയ്യാൻ പറ്റി. അഞ്ചൊന്ന് സിനിമയായിരുന്നു അവിടെ. ഇവിടെ ഫോട്ടോ എടുക്കൽ മാൻഡറ്ററി ചായ. സോ അപ്പൊ നമ്മളിവിടെ പാലരുവി വാട്ടർഫോൾസ് വന്നു. ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ഡാൻസ്. ഇപ്പൊ ഈ പാലരുവി എന്ന് പറയാൻ കാര്യം എന്തായിരിക്കും അറിയോ? പാല് പോലെ, അങ്ങനെ പാല് പോലെ ഇരിക്കുന്ന വെള്ളം പതഞ്ഞിട്ട് അതല്ലേ. കാരണം ഇതിങ്ങനെ തട്ടി തട്ടി തട്ടിയാ വെള്ളം പോണെ. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഇന്നലെ വാട്ടർഫോൾസിൽ പോയി. നമ്മുടെ വില മനസ്സിലാക്കണം, നമ്മുടെ നാടിന്റെ വൃത്തി, നമ്മുടെ ആളുകള് എങ്ങനെയാണ്, നമ്മുടെ കൾച്ചർ, നമ്മള് എങ്ങനെയാണ് ഒരു പൊതുമുതലിനെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഇവിടെ വന്ന് കണ്ടുപഠിക്കണം. വെൽ ബിഹേവിംഗ് ആയിട്ടുള്ള ഓഫീസേഴ്സ്, അടിപൊളി, സൂപ്പർ. ഇന്നലെ പോയതില്ലേ ഉപ്പ കൂടാരത്തിലോട്ടാ പോയത്. അഴുക്കും തിന്നതും ആരും ഒന്നും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. ആരും അതൊന്നും നോക്കുന്നില്ല. അടിപൊളി. സോ പ്രൗഡ്. സോ അവരൊക്കെ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി. ഇവിടെ ഒരു റൂമുണ്ട്, നമുക്ക് ഇവിടെ പോയി ഡ്രസ്സ് മാറാം. ഇവിടെ ഫാമിലി ബേത്തിങ് ഏരിയ ഉണ്ട്. അവിടെയാണ് പാലരുവി ആക്ച്വലി. അവിടെ കുളിക്കാം. ഞാൻ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്നായിരുന്നു കുളിക്കാൻ വേണ്ടി. ഐ മീൻ ഇവിടെ വന്നിട്ട് പ്ലാൻ ചെയ്താ, പിന്നെ എനിക്ക് മടിച്ചു. പിന്നെ ഇനി കുളിച്ച് വീണ്ടും ഡ്രസ്സ് മാറി എന്തോ ഒരു ഇതില്ല. അതുകൊണ്ട് ഞാൻ ബാക്ക് ഓഫ്. പിന്നെ വീഡിയോ എടുക്കാൻ ആളുകളല്ല, എല്ലാരും കുളിച്ച പിന്നെ വീഡിയോ എടുക്കാനും ഇല്ല. അതുകൊണ്ട് കുളിക്കുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നോർമലി ഇതിനൊക്കെ ഞാൻ ചാടി നിൽക്കുന്നേ, അതിനുള്ള സംഭവം. പിന്നെ സ്മിതാമ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും ഞാൻ ഒറ്റയ്ക്ക് കുളിക്കാൻ. സ്മിതാമ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര മെനക്കേടാ. പിന്നെ എന്തിനാ വെറുതെ പാതിനെ ടെൻഷൻ അടിപ്പിക്കണം. സോ കയറുന്നില്ല. കാണുമ്പോൾ കുളിക്കാനുള്ള ടെംപ്റ്റേഷൻ തോന്നുന്നുണ്ട്, ബട്ട് നോ, നോട്ട് ടുഡേ. സോ അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങി. ആക്ച്വലി ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് ജസ്റ്റ് 45 മിനിറ്റ്. ഇവിടുന്നല്ല, നമ്മളിനി തെന്മല പുനലൂർ വഴിയാ പോകുന്നത്. അപ്പൊ തെന്മല ഇറങ്ങി ഒരു ബസ് കയറി കഴിഞ്ഞാൽ 45-50 മിനിറ്റ്സേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക്. പക്ഷെ ഇനി അവിടെ ഇറങ്ങുന്ന വീഡിയോ എടുക്കണമല്ലോ, അതുകൊണ്ട് ഇനി അവിടെ പോയി പിന്നെ മഞ്ചപ്പയ്ക്ക് എന്തായാലും ട്രിവാൻഡ്രം വരണം. അപ്പോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ബസ് കയറിയാൽ മതി ആക്ച്വലി. ജസ്റ്റ് പിന്നെ കുളത്തുപുഴ എൻ്റെ വല്യമ്മയുടെ ഒക്കെ വീട് ഇവിടെ ഉണ്ട്. അങ്ങനെ അവർ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി. ഞാൻ കുറേ നേരം നോക്കിയിട്ട് നിന്നു. നല്ല രസമുണ്ട്. നമ്മൾ ഇന്നലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു സ്വർഗം. കുറച്ചുകൂടെ കുളിക്കാൻ നല്ല സൗകര്യമുണ്ട്. പിന്നെ ഒരു ഫാമിലി ബേത്തിങ് ഏരിയ ഉണ്ട്, ഡ്രസ്സ് മാറാനുണ്ട്, വൃത്തിയുണ്ട്. വലിയ തിരക്കെന്ന് പറയാനുള്ള ഒരു മോഡറേറ്റ് തിരക്കുണ്ട്. പിന്നെ വീട്ടിനടുത്ത, ആക്ച്വലി ട്രിവാൻഡ്രത്തിന് അടുത്താണ്. അപ്പം എനിക്ക് എപ്പോൾ വേണോ വരാം ഇവിടെ.
അപ്പം അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരെയായിട്ട് ഇറക്കി ലാസ്റ്റ് ഞാനും മഞ്ജുമ്മയും കൂടെ യൂബറിൽ ട്രെയിനിൽ ബുക്ക് ചെയ്യാൻ പോവാണ്. എല്ലാരും പോയപ്പോ ഒരു വിഷമം. അങ്ങനെ നമ്മൾ സോ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അച്ഛൻ വന്ന് നമ്മളെ പിക്ക് ചെയ്തു. മഞ്ജുമ്മ യൂബർ എടുത്ത് പോയി. അങ്ങനെ 3 ദിവസത്തെ ട്രിപ്പ് 3 ദിവസത്തെ ട്രിപ്പ് ഇന്നത് അവസാനിച്ച് ഞാൻ എന്താ വീട്ടിലേക്ക് പോകാൻ പോകുന്നു. അപ്പൊ ഇങ്ങനെ എത്തിയപ്പോ ഒരു മിസ്സിങ് അതിന് മുമ്പേ ഉണ്ട്. എന്നാലും 3 ദിവസം എല്ലാവരുമായിട്ടൊക്കെ വേറൊരു വൈബായിരുന്നു. മഞ്ജുമ്മയും പോയി, അതിന്റെ ഒരു മിസ്സിങ് ഉണ്ട്. പിന്നെ വീട്ടിൽ ചെല്ലാം, അമ്മയും അച്ഛനെ കാണാം. അച്ഛനെ കണ്ടു, വിക്രുവിനെ കാണാം, വിക്രുവിനെ കെട്ടിപ്പിടിച്ചൊന്ന് ഉറങ്ങാം, അതിന്റെ ഒരു ഇതുണ്ട്. അച്ഛാ ബാഗ്